And welcome to the new video. So last video നമ്മൾ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസിൻ്റെ ഡെഫിനേഷൻ ഇക്വേഷൻസും അതിൻ്റെ എക്സിസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്കിതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ സിഗ്നൽസിൻ്റെ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ബേസിക്കലി ട്രിഗ് ഫോറിയർ സീരീസിൻ്റെ ഡെഫിനേഷൻ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതായത് എക്സ് ഓഫ് ടി ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity a n cos n omega n omega 0 n t plus p n sin n omega 0 t ആ റിലേഷനാണ് വേണ്ടതിൽ a0 a n b n ഇത് കാണുകയാണ് നമ്മുടെ എയിം എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു. സോ ഇൻ്റഗ്രൽ യു വി പ്രോഡക്റ്റ് ഇൻ്റഗ്രൽ യു വി ഈസ് ഈക്വൽ ടു യു ഇൻ്റഗ്രൽ വി, അതായത് ഫസ്റ്റ് ടേം ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം മൈനസ് integral of derivative of first term, that is integral of du into integral b integral of second term. ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ഇത് ചെയ്യേണ്ടി വരും. ഇൻ്റഗ്രേഷൻ ചില സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ചില റിലേഷൻസ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ചില സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് എൻ പൈ -1/n ആണ്, ഇതൊക്കെയാണ് ജനറലി വരുന്നത്. പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ സൈൻ 3nπ/2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ nπ/2 ആണ്. അങ്ങനത്തെ റിലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് പലപ്പോഴും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ഫോർ ദ പീരിയോഡിക് സിഗ്നൽ എക്സ് ഓഫ് ടി ഗിവൺ ബിലോ. സോ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽ തന്നിട്ടുണ്ട്. അത് റിലേഷനായിട്ട് തരാം, അല്ലെങ്കിൽ ഇതേപോലെ ഗ്രാഫിക്കലായിട്ട് തരാം. ഇപ്പോൾ ഇപ്പോഴത്തെ കേസിൽ എന്തായാലും ഗ്രാഫിക്കലായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ തന്നിട്ടുള്ളതിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നൊന്ന് നോക്കുക. ഇതെന്തായാലും പീരിയോഡിക് ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. നമുക്ക് കാണാം ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ വേണമെങ്കിൽ ഇത് ഒരു പീരിയഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ എവിടെ തൊട്ട് എവിടം വരെ എടുക്കാം, -1 തൊട്ടിട്ട് ഈ 3 വരെയുള്ള ഈ ഒരു സംഭവമാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ക്വയർ പിന്നെ ഇങ്ങനെ നിൽക്കുന്നു, അതാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഒരു പീരിയഡ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. സോ ഹിയർ പീരിയഡ് എന്താ നമുക്ക് കിട്ടുന്നത്, പീരിയഡ് ടി ഈസ് ഈക്വൽ ടു ആ ഡിഫറൻസ് ആണ് വരുന്നത്. ഇപ്പോൾ എന്താ വരിക, 3 - -1 അല്ലേ, ദാറ്റ് ഈസ് 4 നമുക്ക്, അല്ലെങ്കിൽ -1 തൊട്ടിട്ട് 3 വരെ എത്തണം. 3 വന്നു, പിന്നെ ഒരു -1 കൂടി വരുമ്പോൾ 4. എങ്ങനെയായാലും നമുക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ എടുക്കുന്ന പീരീഡ് എന്താണ്, taking one period from -1 to 3. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും എന്തായാലും ഇത് പീരീഡ് വരാൻ പോകുന്നത് 4 തന്നെയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ T0 ഇൻ്റഗ്രേഷൻ പീരീഡ് ആണല്ലോ പറയുന്നത്. T0 എന്ന് പറഞ്ഞാൽ -1 ആൻഡ് പിന്നെ രണ്ടാമത്തെ അപ്പർ ലിമിറ്റ് T0 പ്ലസ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, നമ്മളുടെ 3 ആണ്. ഈ രീതിക്കാണ് നമ്മളിവിടെ എല്ലാം എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതറിയാമെങ്കിൽ നമുക്ക് ടി അറിയാം. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള ഒരു സാധനം ഉണ്ട്, എന്താ, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. സോ ഫണ്ടമെൻ്റൽ, ഇതൊക്കെയാണ് എല്ലാറ്റിലും ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഫ്രീക്വൻസി ω0 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു 2π/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/4 ഹിയർ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു π/2. സോ ഇവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വരുന്നത് π/2 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് എഴുതണമെന്നില്ല. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് ബേസിക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിൽ ഫംഗ്ഷൻ വാല്യൂ അറിഞ്ഞു വെക്കുക എന്നുള്ളതൊരു കാര്യമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് സ്ക്വയർ വേവ് ആയതുകൊണ്ട് എളുപ്പമാണ്. അല്ലാത്ത കേസിൽ ചിലപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ലൈനൊക്കെ ആണെങ്കിൽ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഈ കേസിലായതുകൊണ്ട് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ താഴത്തെ ഇത് -1 ആണ്. അതോടെ ഞാൻ മാർക്ക് ചെയ്തില്ലെന്നുള്ളൂ. 1 അല്ലെങ്കിൽ -1 ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ -1 to 1 ഡ്യൂറേഷനിൽ 1ഉം 1 to 3 ഡ്യൂറേഷനിൽ -1 ആണ് വാല്യൂ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതുക, ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് എഴുതിയത് ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് representation of a signal x of t
is given by അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos of n omega 0 t plus bn sin of n omega 0 t. അല്ലേ? ഇതാണ് ഇക്വേഷൻ. അതിലെ ഓരോന്ന് എന്താണെന്നുള്ളത് നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ എഴുതി വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് ചെയ്യാം. തൽക്കാലം വേണമെങ്കിൽ ഇവിടെ അതുകൊണ്ട് എഴുതി വയ്ക്കാം. a0 is equal to എന്തായിരുന്നു നമ്മുടെ 2/t integral over that period, അതായത് t0 to t0 plus t x of t dt. അതേപോലെ an is equal to 2/t integral t0 to t0 plus t x of t into എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? cos of n omega 0 t dt. Similarly, bn is equal to 2/t integral t0 to t0 plus t x of t sin n omega 0 t dt. ഇതേപോലെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ഇക്വേഷൻസിനൊക്കെ അതിൻ്റെതായ ഇപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ ഇതിനൊക്കെ മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അടുത്തതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഫംഗ്ഷൻ ആക്കി എഴുതണമെങ്കിൽ എഴുതാൻ നിർബന്ധമൊന്നുമില്ല, എഴുതുകയാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഈ എക്സ് ഓഫ് ടീനെ നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷനായിട്ട് ഇവിടെ എഴുതി വയ്ക്കാം. അതായത് ഇപ്പോൾ ഇതിൽ നിന്ന് എക്സ് ഓഫ് ടി നമുക്ക് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഈ കേസിലാകുമ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വാല്യൂ എന്താ? 1 അല്ലേ? ഇത് തൊട്ട് ഇതുവരെ -1 to 1 വരെ. അപ്പോൾ -1 less than or equal to t less than or equal to 1 and is equal to -1 for ഇത് തൊട്ട് ഇതുവരെ 1 to 3 വരെ. ഇത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കാര്യം. ഇത് ഫംഗ്ഷനായിട്ട് ആദ്യം എഴുതി വയ്ക്കണമെങ്കിൽ എഴുതി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ഇത് ഇനി നമ്മുടെ ഇക്വേഷൻസിലെല്ലാം അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഏതാ a0 ആണ് കാണുന്നത് വിചാരിക്കുക. സോ a0ൻ്റെ ഇക്വേഷൻ, അപ്പോൾ അത് a0 ഈക്വൽ ടു, ഞാൻ വീണ്ടും ആ ഇക്വേഷൻ എടുത്ത് എഴുതുന്നില്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എടുത്ത് എഴുതാം. 2/t എന്ന് പറഞ്ഞാൽ എന്താ? 4 വരും അല്ലേ? 2/4 ഇൻ്റഗ്രൽ നമുക്ക് പീരീഡ് അറിയാം, -1 to 3 ആണ് എക്സ് ഓഫ് ടി dt അല്ലേ? അപ്പോൾ അത് വരുമ്പോൾ എന്ത് വരും? 1/2 ആവും. അവിടെ ഞാൻ ഇൻ്റഗ്രേഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ -1 to 1 അതിൻ്റെ വാല്യൂ 1 ആണ് dt പ്ലസ് ഇൻ്റഗ്രൽ 1 to 3 ആ ഡ്യൂറേഷണൽ വാല്യൂ -1 ആണ്, -1 dt. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ വരാൻ പോകുന്നത്? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കി നോക്കുക. അപ്പർ ലിമിറ്റ് ഈക്വൽ ടു, ഇവിടെ എഴുതാം, ഈക്വൽ ടു 1/2 ഇൻ്റഗ്രേറ്റ് ടി ആണ് കിട്ടുക. ടി കൊടുക്കുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ 1 - 1 വരും. അതായത് എന്ത് വരും? നമുക്ക് അവിടെ കിട്ടുക 2 ആയിരിക്കും കിട്ടുക. പ്ലസ് ഇവിടെ ഇതിൻ്റെ വേണമെങ്കിൽ മൈനസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് പുറത്തേക്ക് എടുത്ത് അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ 3 - 1 വരുമ്പോൾ 2 വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. സോ a0ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഇനി അതേപോലെ അടുത്തത് an കാണുക എന്നുള്ളതാണ്. അടുത്ത പേജിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ an ഇതേപോലെ ഒന്നും ചെയ്യാനില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രം തന്നെയാണുള്ളൂ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/4 ഇൻ്റഗ്രൽ -1 to 3 എക്സ് ഓഫ് ടി cos n omega 0 t dt എന്ന് വരും. അപ്പോൾ അതിനും നേരത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോ 1/2 എന്ത് വരും? -1 to 1 ആ വാല്യൂ 1 ആണ്. സോ 1 into cos omega 0 വേണമെങ്കിൽ ഇവിടെ വാല്യൂ നമുക്ക് കൊടുക്കാം കേട്ടോ. omega 0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? π/2 ആയിരുന്നു അല്ലേ? അപ്പോൾ n π/2
ടി എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നിന്ന് എഴുതി പോകാൻ വേണമെങ്കിൽ കോസ് n pi by 2 t പ്ലസ് ഇൻ്റഗ്രൽ 1 to 3 അതിൻ്റെ വാല്യൂ -1 ആണ് കോസ് n pi by 2 t dt dt. ഓക്കെ, സോ ഇനി ഇവിടെയും ഇൻ്റഗ്രേഷൻ ചെയ്യാന്നുള്ളത് തന്നെയാണ്. സോ 1/2 കോമൺ ആണ്, 1/2 ഇൻറ്റു ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വരാൻ പോകുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ആവും. അപ്പോൾ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ആയി മാറും. സോ സൈൻ n pi by 2 t എന്ന് വരും. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഈ ടിയുടെ ഒപ്പം എന്താണ് നിൽക്കുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ n pi by 2 n pi by 2 എന്ന് വരും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/n pi എന്നുള്ള രീതിയിൽ എഴുതാം. ഇതിൻ്റെ ലിമിറ്റ് -1 to 3 വരെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്തത് ഈ മൈനസിന് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ മൈനസ് ഓഫ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ വരാൻ പോകുന്നത്? സൈൻ n pi t by 2 തന്നെയാണ് വരാൻ പോകുന്നത്. അതിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 2 നമുക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതിലും നമ്മൾ 2/n pi ഉണ്ടായിരിക്കും. അതിൻ്റെ ലിമിറ്റ് വരാൻ പോകുന്നത് 1 to 3. ഇവിടെ എഴുതിയത് തെറ്റിന്, അത് -1 to 1 ആയിരുന്നു ഡ്യൂറേഷൻ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ഈ കേസിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്, ഓക്കെ, അതിപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും? 1/2 ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ ചെയ്യാൻ ആലോചിക്കുക. അപ്പോൾ ഇതിന് 1 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ pi by 2 t എന്ന് വരും. അടുത്തത് മൈനസ് എന്ത് വരും? സൈൻ -π/2 t. സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ എന്നറിയാം. അപ്പോൾ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ട്വൈസ് വരും. അപ്പോൾ ഇവിടെ ഈ വേണമെങ്കിൽ അതിൽ മുന്നേ ഈ 2/n pi നമുക്ക് ഇവിടെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. രണ്ട് ഇതിലും വരുന്നല്ലേ. സോ 2/n pi ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരാൻ പോകുന്ന, അപ്പോൾ എന്ത് വരും? സൈൻ π/2 t മൈനസ് സൈൻ -π/2 t വരും. അതായത് എന്ത് വരും? 2 സൈൻ π/2 t എന്ന് കിട്ടും. ഇത് ആദ്യത്തേൽ. ഇനി മൈനസ് ഓഫ് രണ്ടാമത്തേൽ എന്ത് വരും നോക്കി നോക്കുക. ഇതിൽ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ കിട്ടുക? നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് സൈൻ 3π/2 t ആണ്. സൈൻ 3π/2 t ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? മൈനസ് സൈൻ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്കവിടെ എങ്ങനെ എഴുതാം? മൈനസ് സൈൻ π/2 t എന്നുള്ള രീതിയിൽ വരും. അതേപോലെ അടുത്ത് എന്താ പറയുക, ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ആണ് വരാൻ പോകുന്നത്. മൈനസ് സൈൻ π/2 t എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇത് രണ്ടും മൈനസ് സെയിം സാധനമാണ്. -2 എന്നാവും. ഇവിടേക്ക് വരുമ്പോൾ +2 ആവും. അപ്പോൾ മൊത്തത്തിൽ അവിടെ 4 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിൽ 2 × 2 ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് വരും? 1/n pi ഇൻറ്റു ഒരു 4 സൈൻ സൈൻ π/2 t എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാനിവിടെ അപ്ലൈ ചെയ്ത് ലിമിറ്റ് നമ്മൾ ടിയിലാണ് അത് എഴുതി വന്നപ്പോൾ എന്നിലേക്കായി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് n ആക്കിയ കാര്യം കഴിഞ്ഞു. ടി ആണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടാ. ഇതൊക്കെ ടി ആണ് പോയത്, n അവിടെ നിൽക്കും. ഇത് നമുക്ക് എന്ത് വരും? n വരും, അല്ലെങ്കിൽ n π/2. ഇതാണ് നമ്മളുടെ ഇവിടെ നിന്ന് റിലേഷൻ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, an ഈസ് ഈക്വൽ ടു 4/n pi സൈൻ ഓഫ് n π/2. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇത് പറ്റിയത് ഇതായിരുന്നു. ടിക്കാണ് ലിമിറ്റ് കൊടുത്ത് ഞാൻ പറയാം എന്നിലേക്ക് കൊടുത്ത പോലെ എഴുതി. അങ്ങനെ ചെയ്ത് ടിക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ n അവിടെ നിൽക്കും. ഓക്കെ,
എന്തായാലും ഇത് നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ ബി എന്നും കാണാം. ബി എന്നും സിമിലർ തന്നെയാണ്, കോസിന് പകരം സൈൻ ആണെന്ന് മാത്രം. സോ അടുത്ത നമ്മളുടെ ബി എൻ വിൽ ബി ഈക്വൽ ടു 2/4 integral -1 to 3 x of t into sin of n omega 0ക്ക് പകരം π/2t dt. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ആക്കുക. സോ 1/2 ആദ്യത്തെ ഇന്റഗ്രൽ -1 to 1 into sin of n π/2t dt വരും. പ്ലസ് അടുത്തത് ഇന്റഗ്രൽ 1 to 3 -1 into sin of n π/2t dt വരും. ഓക്കെ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ 1/2 അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? മുന്നത്തെ പോലെ തന്നെ സൈൻ എൻ്റെ എഴുതി കഴിഞ്ഞാൽ മൈനസ് കോസ് വരും. പിന്നെ ഒരു /2/nπ ഉണ്ടാവും, /nπ/2 ഉണ്ടാവും. അപ്പോൾ അത് 2/nπ ആണ്. സോ -2/nπ സൈൻ്റെ മൈനസ് കോസിൻ്റെ ആണ് മൈനസ് ആദ്യമായിട്ട്. പിന്നെ ബാക്കിയുള്ളത് കോസ് ഓഫ് nπ/2t വരും അല്ലേ? ഇത് ആദ്യത്തെ ടേം, അതിൻ്റെ ലിമിറ്റ് -1 to 1 പ്ലസ് അടുത്തതിൻ്റെ ഇതേപോലെ ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ മൈനസും ക്യാൻസൽ ആയെന്ന രീതിയിൽ എഴുതാം. അപ്പോൾ 2/nπ കോസ് ഓഫ് nπ/2t വരും. ലിമിറ്റ് 1 to 3 അല്ലേ? അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 1/2 ആദ്യത്തേൽ വരാൻ പോകുന്നത് ഇവിടെ -2/nπ അവിടെ വെച്ചിരിക്കുന്നു. ബാക്കി ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത് എന്തായിരിക്കും? കോസ് nπ/2 മൈനസ് കോസ് nπ/2 എന്ന് തന്നെ കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോസ് മൈനസ് തീറ്റ ആദ്യത്തേൽ 1 കൊടുത്താൽ കോസ് nπ/2 കിട്ടി. അടുത്തതിൽ -1 കൊടുത്താൽ കോസ് ഓഫ് മൈനസ് തീറ്റ, അതെന്ത് തന്നെയാണെന്ന് അറിയാം നമുക്ക്, കോസ് തീറ്റ തന്നെ. അപ്പോൾ കോസ് മൈനസ് കോസ് എന്നുള്ള രീതിയിൽ വരും. പ്ലസ് അടുത്തതിൽ 2/nπ പുറത്തേക്ക് എടുക്കാം. ബാക്കി അവിടെ വരാൻ പോകുന്നത് ഒരു കോസ് 3π/2 അല്ലെങ്കിൽ 3π/2n വരും. മൈനസ് കോസ് nπ/2 വരും അല്ലേ? ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിലെന്ത് സംഭവിക്കും? ഇതൊക്കെ ക്യാൻസൽ ആയി പോവും, 0 ആവും, ഇതും 0 ആവും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് 0 ആണ് വാല്യൂ വരിക, ബി എൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ ഉള്ളത് എന്താ പറയുക, an. ഇപ്പോൾ ഇനി ജസ്റ്റ് ഈ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രമാണ് ഫൈനൽ ആൻസർ ആയിട്ട് എഴുതുന്നത്. അപ്പോൾ അതിൽ a0 ഇല്ല, എന്തും ഇല്ല, bn ഇല്ല. അപ്പോൾ ജസ്റ്റ് therefore x of t equal to നമുക്ക് എന്ത് വരും? സിഗ്മ n equal to 1 to infinity an cos of nπ/2t. ഇതാണ് നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ an എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. വേണമെങ്കിൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കാന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് വരാൻ പോകുന്നത് 4/π cos π/2t മൈനസ് 4/3π cos 3π/2t പ്ലസ് 4/5π cos 5π/2t. അങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഏത് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ, ഏതിൻ്റെ എക്സ് ഓഫ് ടിയുടെ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് ഓഫ് ദ സിഗ്നൽ ഗിവൺ ബിലോ. സോ ഇവിടെ സിഗ്നൽ തന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആണ് കഴിഞ്ഞതിൽ നിന്നും. അതായത് ഇവിടെ ഒരു എന്താ പറയുക സ്ട്രെയിറ്റ് ലൈൻ എന്ന് എഴുതിയത്, പിന്നെ അതിൽ പീരീഡ് അതിൽ തന്നെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ടി എന്ന് പറഞ്ഞിട്ട്. -1 തൊട്ടിട്ട് 1 വരെ എടുക്കുന്ന ഒരു എന്താ പറയുക സ്ട്രെയിറ്റ് ലൈനാണ് പാസിങ് ത്രൂ ഒറിജിൻ. ഇത് എന്താ നമുക്ക് അറിയാം, 1ൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, -1ൽ 1 ആണ്. അപ്പോൾ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിനും ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എക്സ് ഓഫ് ടി ഈക്വൽ ടു സുഖമായിട്ട് നമുക്ക് ഈ കേസിൽ ഇവിടെ പറയാവുന്നേ ഉള്ളൂ. എന്താ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. ഇതൊരൊറ്റ ലൈൻ ആയതുകൊണ്ട് വേറെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ വ്യത്യാസമായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്കത് രണ്ട് ഇത് വരുന്നുണ്ട്, രണ്ട് റിപ്പീറ്റേഷൻ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഇതൊരു ലൈനാണ്, ഇത് വേറെ ലൈനാണ്. അപ്പോൾ ആ ലൈൻ്റെ ഒക്കെ സെപ്പറേറ്റ് ഇക്വേഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആ പീരീഡിനനുസരിച്ച് അത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണ്ടിയിട്ടും ചെയ്യണം. ഇവിടെ ഒരു ഒറ്റതായതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് എക്സ് ഓഫ് ടി ഈക്വൽ ടു
1 എന്നുള്ള രീതിയിൽ എടുത്ത് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് നോക്കി എഴുതാവുന്ന കാര്യങ്ങളാണല്ലോ. ടി ഈക്വൽ ടു എന്താ? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 to 1 അല്ലേ? സോ 1 - -1 ഈസ് ഈക്വൽ ടു 2 അല്ലേ? അതായത് നമ്മൾ ടേക്കിംഗ് ഇന്റർവെൽ എന്തായിരുന്നു? ടേക്കിംഗ് ഇന്റർവെൽ ഫ്രം ഡയറക്റ്റ് T0 എന്ന രീതിയിൽ എഴുതാം. T0 ഈക്വൽ ടു -1 ടു T0 പ്ലസ് ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടുന്ന് ഫണ്ടമെന്റൽ പീരീഡ് ω0 ഈക്വൽ ടു എന്ത് വരും? 2π/T ഈസ് ഈക്വൽ ടു /2 വരും, പൈ എന്ന് കിട്ടും. ഓക്കെ, സോ ഫണ്ടമെന്റൽ പീരീഡ് നമുക്ക് ഇവിടുന്ന് പൈ ആയി കിട്ടി. ഇനി നേരത്തെ പോലെ തന്നെ ഫോറിയർ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് representation trigonometric Fourier series representation of a signal x of t is given by equation എഴുതി വയ്ക്കുക. ബേസിക് ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വയ്ക്കുക. x of t is equal to കുറച്ചുകൂടി എളുപ്പം മുന്നത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ പോയിട്ട് വീണ്ടും എടുക്കാം, അതായിരിക്കും. ഓക്കെ, ഇത് ഇവിടെ നിങ്ങൾ എടുത്ത് കൊണ്ടുപോകാം. നമുക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ്, സെയിം ഇക്വേഷൻസും കാര്യങ്ങളും തന്നെ. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ആകെ വ്യത്യാസം വരും ഓരോന്നും കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ലിമിറ്റിലുള്ള ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ -1 to 1 ആയി, പിന്നെ അവിടെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ഒന്നും ആക്കണ്ട, ടി ഒരൊറ്റതല്ല. പക്ഷെ ആ ഇൻ്റഗ്രൽ UV റൂൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. നേരത്തെ പോലെ 1 അല്ല കിടക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അത്രമാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് അല്ലേ? അപ്പോൾ A0 ഈക്വൽ ടു, ആദ്യം A0 കാണാം. A0 ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്? 2/T, അതായത് 2/2 അല്ലേ? 2/2 ഇൻ്റഗ്രൽ -1 to 1 വാല്യൂ എന്താ? x of t dt ആണ്. T into dt എന്ന് വരും. ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരാൻ പോകുന്നത്? T²/2 ആണ്. അപ്പർ ലിമിറ്റ് 1ഉം ലോവർ ലിമിറ്റ് -, അതായത് വരിക നമുക്ക് അത് 1 ആയി. സോ ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T²/2 ലിമിറ്റ് അപ്ലൈ ചെയ്യണം. -1 to 1 കൊടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്താ? 1²/2 1/2 മൈനസ് വീണ്ടും -1 ഹോൾ സ്ക്വയർ, അപ്പോൾ 1/2 തന്നെ വരും. അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. അതേപോലെ an കാണാൻ an ഈക്വൽ ടു 2/2 തന്നെ ഇൻ്റഗ്രൽ -1 to 1 t ഇൻറ്റു കോസ് ഓഫ് n ω0πn n/t dt വരും. സോ അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. സോ ടി ഇൻറ്റു കോസ് n/t ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ n/t ഡിവൈഡ് ബൈ n/, വരും. T ഇൻറ്റു സൈൻ n/t ഡിവൈഡഡ് ബൈ n/, വരും. ലിമിറ്റ് -1 to 1. അടുത്തത് പ്ലസ് അവിടെയും ഒരു എന്താ പറയുക, നേരത്തെ ഇക്വേഷൻ പ്രകാരം വേണം ചെയ്യാൻ. ഇവിടെ ശരിക്കും വരിക എന്തായാലും നമ്മുടെ ഇക്വേഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം, അതായത് ടിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ n/t ഡിവൈഡഡ് ബൈ n/, ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ രീതിക്കാണ് നമുക്ക് വരാൻ പോകുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമുക്ക് കിട്ടുക T/, അതേപോലെ തന്നെ n/, എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എഴുതാം. സൈൻ n/t ജസ്റ്റ് ഒന്നും ചെയ്യാണ്ട് അവിടെ എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ചെയ്യായിരുന്നു -1 to 1. ഇതിനെ എടുത്ത് കഴിഞ്ഞാൽ സൈനിൻ്റെ എഴുത്ത് എന്താവും? മൈനസ് കോസ് ആവും. അപ്പോൾ ഇവിടെ എന്തായാലും എന്തെഴുതാം? പ്ലസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ മൈനസ് എന്നുള്ള പുറത്തേക്ക് എടുത്ത് എഴുതാം. ബാക്കി ഇവിടെ വരാൻ പോകുന്നത് കോസ് n/t വരും. വീണ്ടും ഒരു n/, കൂടി താഴെ വരും. അപ്പോൾ ഇത് എന്തായി മാറും? n/, ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. അതിൻ്റെ ലിമിറ്റും -1 to 1. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്തായാലും എന്തായിരിക്കും? ഇവിടെ വരാൻ പോകുന്നത് സൈൻ n/, മൈനസ് സൈൻ n/, അത് 0 ആയി പോകും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വാല്യൂസ് കിട്ടുക
0 ആയിരിക്കും, രണ്ടാമത്തേലും ക്യാൻസൽ ആയി പോകും. ജസ്റ്റ് എൻ്റെ വാല്യൂ 0 ആയി കിട്ടും. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ബി എൻ ആണ് കണ്ടത്. സോ ബി എൻ്റെ ഇക്വേഷൻ 2/2 വരും, ഇൻ്റഗ്രൽ -1 to 1 അതിലും തന്നെയാണ് ടി എന്നെ സൈൻ ഓഫ് n by t dt. അപ്പോൾ വീണ്ടും നേരത്തെ പോലെ ഇവിടെയും പ്രോഡക്റ്റും ഇതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് -t സൈൻ ആയതുകൊണ്ട് n by cos n by t ലിമിറ്റ് -1 to 1. ഇവിടെ ഞാൻ ഡയറക്റ്റ് എഴുതാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം 1/n സ്ക്വയർ സൈൻ n t ലിമിറ്റ് -1 to 1. ഓക്കെ, അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് വരാൻ പോകുന്നത്? നമുക്കറിയാം സൈൻ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, കോസ് n എന്ന് പറഞ്ഞാൽ -1/n ആണ്. അപ്പോൾ ഇവിടെ ഈ സംഭവം സൈൻ n എന്നുള്ള രീതിയിൽ അതോടെ പൊക്കോളും. ഇനി ഇവിടുത്തെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായിരിക്കും? രണ്ടെണ്ണം വരും. മൈനസ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റയാണ്. അപ്പോൾ ഇത് ഈക്വൽ ടു എന്താണ് കിട്ടാൻ പോകുന്നത്? നമുക്ക് 2/n മൈനസ് വരും, -2/n കോസ് n അതാണ് വരാൻ പോകുന്നത് അല്ലേ. 1 ആണ് ഇതിന് വാല്യൂ. അപ്പോൾ അത് രണ്ടും സെയിം ആയതുകൊണ്ട് മൈനസ് പുറത്തോട്ടു കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വന്നത്. കോസ് n ടിക്ക് 1 കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2/π ഇൻറ്റു മൈനസ് അവിടെ ഉണ്ട്, മൈനസ് ഓഫ് -1/n എന്ന് എഴുതാം. ഇതാണ് നമുക്ക് ബി എൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ therefore x of t is equal to, ഈ കേസിൽ നമുക്ക് എന്താ വരാൻ പോകുന്നത്? സിഗ്മ n ഈക്വൽ ടു 1 to infinity 2/n ഇൻറ്റു -1/n/n സൈൻ n t. ഇതാണ് വരിക. അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. സോ 2/π ഇൻറ്റു സൈൻ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ സൈൻ t -1/2 സൈൻ 2πt ജസ്റ്റ് വാല്യൂസ് കൊടുക്കണമല്ലോ, +1/3 ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും സൈൻ 3πt. അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്.